വിശുദ്ധ ഖുർആനും തിരു സുന്നത്തിൽ നിന്നും അകന്നുപോയ സമൂഹത്തെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം. കാരണം ഇവിടെ ലോകത്ത് ഇസ്ലാഹി പ്രസ്ഥാനം അധ്വാനിക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നില്ല? രോഗത്തിന് ചികിത്സ ഉണ്ടായിരുന്നില്ല. രോഗം വന്നാൽ ഉറുക്കും നൂലും പിഞ്ഞാണയത്തും ഹോമവും ജപവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അതിനെതിരിൽ വിശുദ്ധ ഖുർആനും നബിയുടെ ചര്യയും ഖുർആനും ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ സമുദ്ധരിക്കാൻ ഈ പ്രസ്ഥാനം അധ്വാനിച്ചു. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുക്ക വത്തമായിമ വത്തിവലത്ത ശിർക്കുൻ. ഉർക്ക് മന്ത്രം, തിവലത്ത് പറഞ്ഞ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ സ്നേഹം കുറഞ്ഞാൽ ഇസ്മിന്റെ പണിയെടുക്കുന്ന, തെൽസമാത്തിന്റെ പണിയെടുക്കുന്ന മുസ്ലിയാക്കന്മാർ, പുരോഹിതന്മാർ ചെയ്യുന്ന ഒരു വർക്കായിരുന്നു അന്ന് തിവലത്ത്. ഇതെല്ലാം ഷിർക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ആളുകളുടെ കഴുത്തിലും അരയിലും കൈകളിലുമൊക്കെ ഈ ഉറുക്കും നൂലും മാത്രമായിരുന്നുണ്ടായിരുന്നു. ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല. ചികിത്സിക്കാൻ പാടില്ല, ചികിത്സ ഹറാമാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ പകർച്ചവ്യാധി കേരളത്തിലുണ്ടായി അല്ലേ? താവൂൻ, ഒരു പകർച്ചവ്യാധി വസൂരി ഉണ്ടായി. ആ സമയത്ത് ജാറങ്ങളിൽ നിന്ന് കൊടിയെടുത്ത് പട്ടണങ്ങൾ കറങ്ങുകയായിരുന്നു. പട്ടണങ്ങൾ ഈ ജാറങ്ങൾ എടുത്തു വെച്ച കൊടിയെടുത്തിട്ട് എല്ലാ പട്ടണങ്ങളിലും ഈ വസൂരി പകരാതിരിക്കാൻ ഈ കൊടിയേരി ചുറ്റിയായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം ബോധവൽക്കരിച്ചു എന്ന് മാത്രമല്ല, അവർ പറഞ്ഞ കാര്യങ്ങൾ വലിയ അത്ഭുതകരമായൊരു ശബ്ദവും ഉണ്ട് അതിൻ്റെ കൂടെ, ആ കൊടിൻ്റെ കൂടെ. എനിക്ക് 5 പേരുണ്ട്, 5 ആളുണ്ട്. ഉത്ഫി ബിഹിം ഹർറൽ മുബാൽ ഹാത്തിമ, വളരെ കടുത്ത വസൂരിയുടെ ചൂട് തടുക്കാൻ എനിക്ക് 5 ആളുണ്ട്. ഇതാരുണ്ടാക്കിയതാ? ഷിയാക്കൾ. ഇത്തരം കാര്യങ്ങൾ മൗലൂദും റാത്തീബും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അത്തരം ഒരു സന്ദർഭമല്ലത്. അപ്പോൾ എല്ലാവിധം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടിയത് ഷിയാക്കളാണ്. അവരെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഒരു വിഭാഗം ആളുകൾ, പുരോഹിതന്മാർ, ആ ഷിയാക്കളുടെ എല്ലാ ധർമ്മങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രബോധനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് വന്നു. അപ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഉലമാക്കന്മാരും പണ്ഡിതന്മാരും, അള്ളാഹു ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് ഉമറാക്കളും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് യാത്രയായിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോഴിക്കോട് വെച്ച് ഒരു കുറ്റിച്ചറൊരു വാദപ്രതിവാദം നടന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത പണ്ഡിതന്മാർക്ക്, ഇസ്ലാഹി പണ്ഡിതന്മാർക്ക് കിടക്കാനൊരു ഇടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചെറിയ റൂമിനകത്ത് നിലത്ത് തലയണ പോലും ഇല്ലാതെ കിടക്കുന്നത്, മറുഭാഗത്ത് നേതാവായി നിന്നിരുന്ന അന്നത്തെ മർഹൂം PS ബാബ സാഹിബ്, അദ്ദേഹം ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവിയും മർഹൂം അലി അബ്ദുൽ റസാഖ് മൗലവിയും നിലത്ത് കിടക്കുകയാണ്, ഒരു തലയണ പോലും ഇല്ലാതെ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ PS ബാബ എന്ന് പറഞ്ഞ ആള് മർഹൂം, അദ്ദേഹം 2 തലയണ കൊണ്ടു കൊടുത്തു. ആ തലയണ കൊണ്ടു കൊടുക്കുന്നത് മറുഭാഗം കണ്ടപ്പോൾ ഇവൻ മുജാഹിദായിട്ടുണ്ട് കണ്ടാണ് പിന്നെ നമ്മളെ പ്രസിഡന്റാക്കിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ സഹായിക്കാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു നിലക്കും സഹായിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ സഹായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോല. ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നമുക്കറിയാം KM മൗലവിയാണ്. KM മൗലവിയും ബഹുമാനായ മർഹൂം KP മുഹമ്മദ് മൗലവിയും ഒരിക്കൽ തിരുരങ്ങാടിയിൽ നിന്ന് ചെമ്മാട് വരെ സുബൈക്ക് ശേഷം നടന്നു വരികയാണ്. അപ്പം നടന്നിങ്ങനെ വരുമ്പോൾ ബഹുമാനായ മർഹൂം KM മൗലവിയോട് പറഞ്ഞു, നമുക്കൊരു ചായ കുടിച്ചാലോ? അപ്പോൾ KM മൗലവി പറഞ്ഞ മറുപടി എന്താ അറിയോ? മുഹമ്മദ്, ഞാൻ മുഹമ്മദിനെ വിളിക്കാൻ പാടില്ല, അദ്ദേഹം വിളിച്ചൊരു പദം ഉപയോഗിച്ച. മുഹമ്മദ്, നമുക്ക് ഈ രാജ്യത്ത് ആരാ ചായ തരാണ്? ആർക്ക്? മുജാഹിദിനെ. പൈസ കൊടുത്താൽ ചായ തരാനില്ല, പറ്റൂല എന്ന് പറഞ്ഞ ടീമാണ് നമ്മളാണ് ഇപ്പം 100-ാം വാർഷികം നടത്തുന്നത്.